എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയല്ലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നവ്യയും നയനയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നവ്യക്ക് നയനയോട് തന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്, നിർമ്മലിനെ കുറിച്ചൊക്കെയുള്ള. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം എന്ന് കരുതി നയനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടത്. പെട്ടെന്ന് നയന പറഞ്ഞു, ആരോ വന്നെന്ന് തോന്നുന്നു, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞ് നയന ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ നവ്യ പെട്ടു. ദൈവമേ, ഇനി എങ്ങനെ ഇവളോട് പറയണ ഈ കാര്യം? ഇവളോട് തുറന്ന് പറയാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. അതോർത്ത് നവ്യയോട് നല്ല ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് താഴേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും കാണുന്നത് നന്ദുവിനെയായിരുന്നു. നന്ദു നയനെ കാണാൻ വന്നിരിക്കുമായിരുന്നു. നയനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദുവിനോട് വരണം, എനിക്കൊന്ന് കാണണം എന്നൊക്കെ. ഈ സമയത്ത് നവ്യയും കൂടെ അങ്ങോട്ട് വരുവാണ്. നന്ദുവിനെ കണ്ടപ്പത്തേനും വന്നിട്ട്, ആഹാ നീയാണല്ലോ, കുറെ ദിവസമല്ലേ നിന്നെ കണ്ടിട്ട്, നിനക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കുവാണ്. ഇത് കേട്ടുമ്പത്തേനും സുഖമാണെന്നൊക്കെ ഒരു ഒഴുക്കം രീതിയിലാണ് പറയണേ. നവ്യയോടുള്ള ദേഷ്യം നന്ദുവിന് കുറഞ്ഞിരുന്നില്ല. ഈ സമയം നയന പറഞ്ഞു, എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങള്? ഞാൻ അമ്മ അച്ഛനും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്ന ചേച്ചി എന്ന് പറയണം. വാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് ജലജ അങ്ങോട്ട് വരുന്നേ. ജലജ പറഞ്ഞു, ആഹാ മൊട്ടേച്ച് വന്നല്ലോ, ഇനിയിപ്പൊ ആരെ കറക്കിയെടുക്കാനായിരിക്കും ഇങ്ങോട്ട് വരവ്? ഓ, ചേച്ചിമാര് രണ്ടുപേരും നിൽക്കുന്നുണ്ട്, പിന്നെ ഒരാളും കൂടെ ഇവിടെ ഉണ്ടല്ലോ, അവനെ കറക്കിയെടുക്കാനുള്ള വരവായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നവ്യക്ക് അങ്ങോട്ട് സഹിച്ചില്ല. നബി പറഞ്ഞു, ദേ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയാം. ഓഹോ, മര്യാദ ആ നിനക്ക് വേണ്ടുവോളം ഉണ്ടല്ലോ, നാണമില്ലേ നിനക്ക് പറയാനായിട്ട്? എന്നെ മോനെ, ഈ കുടുംബത്തെ ചതിച്ചിട്ട് അവള് വലിയ മര്യാദ പഠിപ്പിക്കാൻ വന്നേക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നബി പറഞ്ഞു, അതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്നെ യോഗ്യത ഇരിക്കുന്നേ? നിങ്ങൾ നിങ്ങളുടെ മോനും വലിയ മിടുക്കന്മാരാണോ എന്ന് ചോദിക്കുകയാണ്. ഒന്നും അറിയത്തില്ലാത്തൊരു പഞ്ചപാവങ്ങൾ വന്നിരിക്കുന്നു, എല്ലാം ചെയ്ത് കൂട്ടി വെച്ച നിങ്ങളല്ലേ, എന്നിട്ട് അവസാനം കുറ്റം വന്നപ്പം എന്റെ വീട്ടുകാരൻ തലയില് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ജലജയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയന, വേണ്ട ചേച്ചി വിട്ടേരെ, വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേന്ന് ചോദിക്കട്ടെ. ഈ സമയത്ത് നവി പറഞ്ഞതേ, കൂടുതൽ കളിച്ചാണ്ടല്ലോ, നന്ദുവിനെ അറിയാലോ, നന്ദു അത്യാവശ്യം കരാട്ടയൊക്കെ പഠിച്ചിട്ടുള്ള. ഓ, അപ്പൊ നിന്റെ അനിയത്തിനെ കൊണ്ട് നീ ഞങ്ങളെ തല്ലിക്കുമായിരിക്കും, എന്റെ മോനെ തല്ലിക്കുമായിരിക്കില്ല, എന്ന് തല്ലിക്കിടി, തല്ലിച്ചൊന്ന് കാണട്ടെ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ നന്ദു പറഞ്ഞു, ഞാൻ ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും വന്നതല്ല, ചേച്ചി ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ചായ എടുത്തോണ്ടരാം, നീ അകത്തേക്ക് വാ നന്ദു എന്ന് പറയാണ്. അങ്ങനെ നയനെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, കൊള്ളാം കൊള്ളാം, രണ്ട് ചേച്ചിമാരും എന്തോ പ്ലാൻ ചെയ്തും കൊണ്ട് വരുത്തി കയറ്റി വെച്ചിരിക്കുന്ന, ഇനിയിപ്പോ ഒരുത്തരും കൂടെ ഉണ്ടല്ലോ, അവനെ കൂടെ അടിച്ചുകൊണ്ട് പോകാനായിരിക്കും, നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് ദേഷ്യപ്പെട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നവി പറഞ്ഞു, അതെ നീ ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ നന്ദു, അവരങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ സ്നേഹിക്കാൻ അറിയാവുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അവരെ മാത്രം കണ്ടാൽ മതി, ഇവര് പറയുന്നത് നീ വിലക്കെടുക്കണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു, ഞാനൊന്നും കാര്യമാക്കുന്നില്ലെന്ന് പറയണ. അല്ല, അമ്മയ്ക്കും അച്ഛനോട് എന്നോടുള്ള ദേഷ്യം തീർന്നോന്ന് അഭി ചോദിക്കുകയാണ്. ദേഷ്യം അത്ര തീരത്തൊന്നുമില്ല, അത്ര പെട്ടെന്നൊന്നും തീരത്തുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ചേച്ചി ഏത് വെച്ചിരിക്കുന്നു പറഞ്ഞിട്ട് നന്ദു അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ജലജ നേരെ തിരി കൊളുത്താനായിട്ട് ചെല്ലുന്ന ദേവേരുടെ അടുത്തേക്കാ. ദേവേരുടെ എത്തി എന്നിട്ട് പറഞ്ഞു, ഇത് അവള് വന്നിട്ടുണ്ട്. ആര്? ആ നന്ദു ഇല്ലേ, ആ ആൺവേഷം കിട്ടി നടക്കുന്നവള്, അവളാ വന്നിരിക്കുന്നു പറയണം. അതിന് പിന്നെ അല്ലേ, ഇവിടെ ഒരുത്തനും കൂടെ ഉണ്ടല്ലോ, അവനെ കൂടെ കറക്കി എടുക്കാൻ വരുന്ന വരവാന്ന് തോന്നേ. നീ എന്തൊക്കെയാ ജലജി പറയണേ? അതിന് അനിയുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കില്ലേ, പിന്നെന്താ കുഴപ്പം? പിന്നെ കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുന്നേ, കല്യാണം ഒന്നും ഇവറ്റകൾക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലേക്ക് ഇവറ്റകളൊന്നും കയറി വരുമല്ലായിരുന്നല്ലോ എന്ന് പറയാണ്. എനിക്ക് തോന്നേ ആനിക്കാണ് ഈ കല്യാണത്തിൽ എന്തോ ഒരു താല്പര്യക്കുറവുണ്ട്. അത് നിനക്ക് വെറുതെ തോന്നാ, അവൻ ഇപ്പൊ വേണ്ടത് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ കല്യാണം, അല്ലാതെ അവൻ അനാമിക വേണ്ടെന്ന് അവൻ ഒരിക്കലും പറഞ്ഞിട്ടൊന്നുമില്ല. അല്ലേലും അവൻ രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവരല്ലേ. ആ, അതൊക്കെ ഏട്ടത്തി പറഞ്ഞുകൊണ്ടിരുന്നു, അവസാനം വന്നു കഴിയുമ്പോ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. ഇവറ്റകള് കറക്കിയെടുക്കാൻ നല്ല മിടുക്ക, ഒരു പക്ഷെ അനിയുടെ കല്യാണമാണെന്ന് അറിഞ്ഞുകൊണ്ട് വിളിച്ചു കയറ്റി കേൾക്കുന്നതായിരിക്കും, ഇനിയിപ്പൊ അവനെയും കൂടെ ഒന്ന് കയ്യിലാക്കാൻ വേണ്ടിട്ട്. എന്നെങ്കിലല്ലേ അവറ്റകൾക്ക് 3 പേർക്ക് ഇവിടെ സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ അനന്തപുരിയിലെ സ്വത്തും പണം കണ്ട് വന്നിരിക്കുന്ന, ഞാൻ കൂടുതലൊന്നും പറയല്ല, ഞാൻ പറയാനുള്ള പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങണം. ഈ സമയത്താണ് അനി വന്നേ. അനി കേട്ട് ഇവര് പറയുന്ന നന്ദു വന്നിട്ടുണ്ടെന്നുള്ള കാര്യം, നന്ദുവിനെ കുറിച്ച് പറയുന്നൊക്കെ. ഓഹോ, അപ്പൊ നന്ദു വന്നിട്ടുണ്ട്. അനിക്ക് ഭയങ്കര സന്തോഷമായി. അനി താഴേക്ക് എന്ന് ചെയ്യുമ്പോഴത്തേനും അവിടെ നന്ദു സെറ്റിയിൽ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് അനിയെ കണ്ടപ്പോഴത്തേനും എഴുന്നേക്കുവാണ്. അനി പറഞ്ഞു, ഇതേ ഇത്ര ബഹുമാനമൊന്നും എന്നോട് വേണ്ടാന്ന് പറയണേ. അങ്ങനെയല്ല എന്ന് പറയാണ്. ഞാൻ നന്ദുവിനെ കാണുന്നതിന് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു, ആ സമയത്ത് തന്നെ നന്ദു വന്നല്ലോ എന്ന് പറയാണ്. എന്താ ഇനി? ഒന്നുമില്ല, എനിക്ക് കാണണം തോന്നി. ഇത് കേട്ടപ്പോ തന്നെ നന്ദു പറഞ്ഞു, ഞാൻ എന്റെ ചേച്ചി വിളിച്ചോണ്ട് വന്നാ, നയനേച്ചി വിളിച്ചൊന്ന് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നാന്ന് പറയാണ്. പിന്നീട്
പെട്ടെന്ന് നന്ദു ചോദിച്ചു, അല്ല അനിയുടെ മനസ്സിൽ ആരോ ഉണ്ടെന്ന് നയനേച്ചി പറഞ്ഞല്ലോ, ആരാ അനിയെന്ന് ചോദിക്കുകയാണത്. ഇതെന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല എന്നോട് നയനേച്ചി വിളിച്ചിട്ട് ചോദിച്ചാ എനിക്ക് എന്തോ ഒരു വിഷമമുണ്ട്. ഇത് കേട്ട് എനിക്ക് അനു പറഞ്ഞു, ആ നന്ദുവിന് അറിയില്ല എന്റെ മനസ്സിലുള്ള ആരാന്ന്. അതിപ്പോ ഞാൻ എങ്ങനെ അറിയുന്നേ? അനാമിക ആയിരിക്കും അല്ലേ? അനാമികയായിട്ടുള്ള വിവാഹമല്ല നടക്കാൻ വേണം. അപ്പൊ അനാമിക അനിയുടെ മനസ്സിലുള്ള അല്ലേന്ന് നന്ദു ചോദിക്കാണ്. ഇത് കേട്ടതും അനിയുടെ മുഖം ഒന്ന് മാറി. അനി പറഞ്ഞു, ഓഹോ അപ്പൊ അങ്ങനെയാണ് കരുതിയിരിക്കുന്നല്ലേ, എന്റെ മനസ്സിൽ അനാമിക അല്ലാന്ന് പറയാറ്, വേറൊരു പെൺകുട്ടിയാന്ന് പറയാണ്. നന്ദു ചോദിച്ചാൽ ആരാ അനിയുടെ മനസ്സിലുള്ള? അതിപ്പോഴൊന്ന് പറയാൻ വന്ന സമയത്താണ് അങ്ങോട്ട് ദേവേനി വരുന്നത്. ദേവേനി വന്നിട്ട് ചോദിച്ചു, ഓഹോ നിന്നെക്കുറിച്ച് എനിക്ക് ഇച്ചിരി മതിപ്പൊക്കെ ഉണ്ടായിരുന്നു, നീ ഇവന്റെ നല്ല ഫ്രണ്ടാന്ന് ഓർത്തായിരുന്നേ. പക്ഷെ നിന്റെ ഈ സമയത്തുള്ള വരവ് അത് അസ്ഥാനത്തുള്ള വരവാ, ഇനി അങ്ങനെ ഇവിടെ അധികം കയറി ഇറങ്ങണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും അനി ചോദിച്ചു, എന്താ വല്യമ്മ അങ്ങനെ പറഞ്ഞു ഇവളോട്? അതെ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഇവളുടെ 2 ചേച്ചിമാർ ഇവിടെ ഉണ്ട്. ഇനിയിപ്പം കല്യാണം കഴിക്കാനുള്ള നീ ഒറ്റ എടുത്തിനാ, പറയാൻ പറ്റില്ല. മനുഷ്യന്റെ സ്വഭാവമല്ലേ എപ്പോഴേത് സമയത്താ നിറം മാറുന്നതെന്ന്. നിന്റെയും കൂടെ സ്വന്തമാക്കാനായിട്ടുള്ള വരവാണെങ്കിലോ ഒരു പക്ഷേങ്കിൽ ഇവളുടെ തള്ള പറഞ്ഞു വിട്ടായിരിക്കും ഇവിടെ ഇങ്ങോട്ട്, ഇവിടെ വന്ന് നിന്നെയും കൂടെ കറക്കിയെടുക്കാനായിട്ട്. ഈ സമയത്ത് അനി പറഞ്ഞു, വല്യമ്മ ഇങ്ങനൊന്നും പറയരുതെന്ന് പറയാണ്. പിന്നെ എങ്ങനെ പറയാനോടാ? അതെ എനിക്കറിയാം, ഞാൻ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുപ്പം തമാശ കണ്ടു കഴിഞ്ഞപ്പോ ഫ്രണ്ട്സ് ആയിരിക്കുന്ന, പക്ഷെ അതിൽ കൂടുതലൊന്നും കാണരുത്, അറിയാലോ. ഞാൻ ആ വാക്ക് കൊടുത്തിരിക്കുന്നേ മുത്തശ്ശന് നിന്റെ അനാമികയുടെ വിവാഹം നല്ല രീതിയിൽ നടത്തി കൊടുക്കാന്ന്. ഇനി ആ വാക്ക് എന്നെ കൊണ്ട് മാറ്റിക്കില്ലെന്ന് പറയണേ. ഈ സമയത്താണ് നയന നന്ദുവിനോട് ചായയൊക്കെ ആയിട്ട് വരുന്നത്. ചായ നന്ദുവിൻ്റെയിലേക്ക് അങ്ങോട്ട് കൊടുക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് നയന പറഞ്ഞു, അമ്മ ആ കാര്യത്തിൽ പേടിക്കണ്ട, വാക്കൊരിക്കലും മാറ്റേണ്ട ആവശ്യം വരത്തില്ല എന്ന് പറയണം. അങ്ങനെ ആണെങ്കിൽ എല്ലാവർക്കും കൊള്ളാം. പിന്നീട് അനിയോട് പറഞ്ഞു, ഏറ്റവും കൂടുതൽ എന്റെ ആദർശിനേക്കാളും കൂടുതൽ നിന്നെ ഞാനാ സ്നേഹിച്ചിരിക്കുന്നത്, അതറിയാലോ. അതുകൊണ്ട് ഈ വല്യമ്മയുടെ വാക്ക് ധിക്കരിക്കില്ല. അങ്ങനെയെങ്കിലും ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നീ ഇവിടെ ഉണ്ടെന്ന് പോലും ഞാൻ വിചാരിക്കില്ല. അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്. ആദർശിന്റെ അബദ്ധം പറ്റി, പക്ഷെ അതുപോലത്തെ ഒരു അബദ്ധത്തിൽ അങ്ങനെ നീ പോയി ചാടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല മുത്തശ്ശന് കൊടുത്ത വാക്ക് അത് നീ പാലിക്കണമെന്ന് പറയാം. അനി ആകെപ്പാടെ പെട്ട അവസ്ഥയായിപ്പോയി. ഇത്രയും പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് പോവാണ്. ദേവേനയുടെ ഈ പോക്ക് കണ്ടപ്പോൾ തന്നെ നയന പറഞ്ഞു, കേട്ടില്ലേ വല്യമ്മ പറഞ്ഞു കേട്ടല്ലോ നീ. അതുകൊണ്ട് അവരെല്ലാം പറയുന്ന അനുസരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മതിയേനി. ഇനിയിപ്പൊ നിന്റെ മനസ്സിൽ ഏതോ പെൺകുട്ടി ഉണ്ടെന്നാ പറഞ്ഞേ, ഏത് പെൺകുട്ടിയാണെങ്കിലും കുഴപ്പമില്ല, അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയണം. പിന്നെ നിങ്ങളുടെ ഈ പ്രായത്തിലൊക്കെ ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളാ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതെല്ലാം ശരിയായിക്കോളൂ എന്ന് പറയണം. അനി പറഞ്ഞു, അതെ വല്യമ്മ പറഞ്ഞൊന്ന് ഏട്ടതി അങ്ങനെ കാര്യമായിട്ട് എടുത്തോന്ന് ചോദിക്കണേ. ഞാൻ അതൊന്നും കാര്യമായിട്ട് എടുത്തില്ല, എനിക്കിവിടെ എല്ലാവരുടെ സ്വഭാവങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. നന്ദു നിന്റെ മനസ്സിൽ എന്തോ കാര്യമായിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്തോ ഒരു വിഷമമുണ്ട്, അമ്മ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നിന്നെ വിളിച്ചതെന്ന് പറയാണ്. എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി, ചേച്ചി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ അനി പറഞ്ഞു, അല്ല അവളോട് എന്തിനാ എടുത്ത് ഇങ്ങനെയൊക്കെ പറയണേ, അവൾ ഇങ്ങ് വന്നോർത്ത് എന്താ കുഴപ്പമിരിക്കണമെന്ന് ചോദിക്കണേ. വേണ്ട വേണ്ട, അവൾ ഇങ്ങോട്ട് വരണ്ട. ഇനിയിപ്പോൾ അവൾ വന്നതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അത് വേണ്ട. എനിക്ക് അവളെ കാണാൻ ആഗ്രഹം തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് പറയാണ്. പിന്നീട് അനി പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു ചേച്ചി, എല്ലാവരും കൂടെ എന്തിനാ നന്ദുവിനെ വെറുതെ കുറ്റപ്പെടുത്തുന്നേ, പാവം അവളുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് ചോദിക്കുകയാണ്. കുറ്റപ്പെടുത്തിയതല്ലോ അനി, കാര്യം പറഞ്ഞതല്ലേ. ഇവിടുത്തെ അവസ്ഥ ഞങ്ങളുടെ അറിയാലോ, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് കയറി വരണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചില്ല. ചേച്ചി ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ ആഗ്രഹിക്കാത്തൊരു വിവാഹം എനിക്ക് കിട്ടിയത്. എന്നിട്ടോ ഇപ്പൊ കണ്ടില്ലേ എന്റെ അവസ്ഥ, ഇവിടുത്തെ കണ്ടില്ലേ. ആ ശരിക്കും അറിയാവുന്ന ആൾ അനിയല്ലേ, അതുകൊണ്ടാ പറഞ്ഞേ. ഇനി അനി ഒരു പെണ്ണിനെയും കൂടെ കൊണ്ടുവന്ന് അവളുടെ ജീവിതം കൂടെ നശിപ്പിക്കരുത്. കാരണം അനാമികനെ തന്നെ വിവാഹം കഴിച്ചാൽ മതി. ഒരു പെൺകുട്ടിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അനന്തപുരിയിലുള്ളവർ ചിലപ്പോൾ ഉൾക്കൊണ്ടെന്ന് വരത്തില്ല. അനിയുടെ മനസ്സിൽ എങ്ങനെയാന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അനി സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യണ്ട, വീട്ടുകാർ പറയുന്ന അനുസരിച്ചാമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അനിക്കും അല്ലാത്ത വിഷമായിപ്പോയി. നന്ദു പറഞ്ഞു, ചേച്ചി ഞാൻ പൊക്കോട്ടെ, ചേച്ചി വിളിച്ചോണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നേ, ഞാൻ ഇനി നിൽക്കുന്നില്ല എന്ന് പറയണം. ഇത്രയും പറഞ്ഞിട്ട് നന്ദു പോവാന്ന് പറഞ്ഞിട്ട് നയനെ ചേർത്ത് പിടിച്ചൊരു ഉമ്മയെ കൊടുക്കുവാണ്. പിന്നീട് അനിയുടെ യാത്ര പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് അനി സ്റ്റെയർകേസിന്റെ മുകളിലേക്ക് അവിടെ കയറി പോവാണ്. ടെറസിന്റെ മുകളിൽ പോയി നോക്കുവാണ് നന്ദു പോകുന്നത്. നന്ദു താഴെ ഇറങ്ങി ചെന്നിട്ട് തിരിഞ്ഞു നോക്കുവാണ്. നോക്കി കഴിയുമ്പോഴത്തേനും അനി മുകളിൽ നിന്ന് കൈയൊക്കെ വീശി കാണിച്ചു. നന്ദുവിനറിയാം കാര്യങ്ങൾ എന്താന്നുള്ള കാര്യം. പിന്നീട് നന്ദു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അനിയുടെ അടുത്തേക്ക് നയന വരുവാണ്. നയന വന്നിട്ട് ചോദിച്ചു, അല്ല നന്ദുവിനോട് പറഞ്ഞായിരുന്നോ നിന്റെ മനസ്സിലുള്ള ആരാന്ന് പറഞ്ഞായിരുന്നു ചോദിക്കും. ഇല്ല പറഞ്ഞില്ല എന്ന് പറയണ. ശരിയാ, അങ്ങനെ എന്തേലും പറഞ്ഞായിരുന്നേ അവൾ എന്നോട് പറഞ്ഞേനെന്ന് പറയാം. പെട്ടെന്ന് അനി ഓർത്തു, അവൾ എന്തുകൊണ്ടാ തൻ്റെ മനസ്സിൽ അവളാന്നുള്ള സത്യം നയനെടുത്തിട്ട് പറയായിരുന്നേ, എന്തേലും കാരണം കാണുമോ.
ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുള്ള സമയത്ത് തന്നെ നയന പറഞ്ഞു, അത് അതിന് നീ വേറൊന്നും വിചാരിക്കണ്ട കേട്ടോ, നിനക്കറിയാലോ മുത്തശ്ശന് വാക്ക് കൊടുത്തിരിക്കുന്ന ഈ വാക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ മുത്തശ്ശന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്, എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരെയും പറയുന്ന അനുസരിച്ച്, ഈ കുടുംബത്തിലുള്ളവർ പറയുന്ന അനുസരിച്ച്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അനാമികനെ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ മതി. നിന്റെ മനസ്സിലുള്ള മോഹങ്ങളൊക്കെ നീ ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞേക്കുവാണ്. അനി പറഞ്ഞു, എന്നാലും എടുത്തി ഒരെന്നാലും ഇല്ല. അല്ല, നന്ദുവിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു വിഷമമുണ്ട്. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? നന്ദുവിനെ എന്താ പറ്റിയെന്ന് നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നേക്കും. അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തുണ്ടേലും പറയണ്ടല്ലേ. ഒരു പക്ഷേങ്കില് അവളൊന്നും പറയാതിരിക്കുന്ന എന്നു പറയട്ടെ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഏട്ടത്തി കാര്യങ്ങളൊക്കെ അറിയൂലോ, അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ്. ശരിയാ, ഒരു പക്ഷെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. എന്നാലും നന്ദുവിന്റെ വിഷമം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. അത് സാരമില്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ അനി, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനിയിപ്പം മുന്നോട്ട് പോകുന്ന നിന്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ വിവാഹം വേണ്ടെന്നും അങ്ങനെയൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് അനാമേനെയും വിവാഹം കഴിക്കാൻ നോക്കുക, മനസ്സിലുള്ള ചിന്തകളൊക്കെ മാറ്റി വെച്ചേക്കുക എന്നും പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോവാണ്. പക്ഷെ നയനയുടെ ഉള്ളൊരു സംശയം വന്നു. എന്തുകൊണ്ടായിരിക്കും നന്ദുവിന്റെ മുഖം മാറിയത്? അനിയിലും എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങളുള്ള ഫീൽ ചെയ്യുന്നു. നന്ദുവിനെ കുറിച്ച് അനിയെക്കുറിച്ച് ചില സംശയങ്ങളൊക്കെ നയനയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നിർമ്മൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നിർമ്മലിനെ കാണാനായിട്ട് അങ്ങോട്ട് നവ്യ വരുവാണ്. നവ്യനെ കണ്ടതും അവനൊരു പാട്ടൊക്കെ അങ്ങോട്ട് പാടുവാണ്. പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ നിർത്തടാ നിന്റെ ഒരു പാട്ട്. നീ എന്ത് ധൈര്യത്തിലാണ് എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? ആ ഫോട്ടോസൊക്കെ എന്ത് ധൈര്യത്തിലാണ് നീ എനിക്ക് അയച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കണം. ധൈര്യമോ? അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതല്ലേ ഭേദം. അല്ലെ, എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് നിന്നോട് ഇങ്ങോട്ട് ഞാൻ വരാൻ പറഞ്ഞതെന്ന് പറയണം. ദേ, ഇത് ഇവിടം കൊണ്ട് നിർത്തിക്കണം. പറഞ്ഞു കേട്ടല്ല, ഞാൻ ആരാന്നറിയാവോ? അനന്തപുരി തലവാടിലെ മരുമോളാന്ന് പറയും. അറിയാം, നിന്നെ അറിയാം, അബി സാറിനെ അറിയാന്ന് പറയും. അല്ല, അബീനെ എങ്ങനെ അറിയാന്ന്? അനന്തപുരി തറവാടിലെ മക്കളെ ആരൊക്കെയാ, കൊച്ചുമക്കളായാലും അറിയാതിരിക്കുമെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടൊന്ന് നവ്യക്ക് നല്ല ദേഷ്യം വന്നു. നവ്യ പറഞ്ഞു, അതെ, ഇതോടുകൂടി ഇവിടെ നിർത്തിക്കണം നിന്റെ എല്ലാ കലാപരിപാടികളും. അല്ലെങ്കിൽ നീ എന്തിനാടാ എന്റെ പുറകെ നടക്കുന്നേ? നിന്നെ ഞാൻ പ്രണയിച്ച് നിന്റെ പുറകെ നടന്നിട്ടില്ലോ. നടന്നിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, അന്നേ ഞാൻ പറഞ്ഞല്ലായിരുന്നോ? അതേടി, നീ എൻ്റെ കൂടെ കുറെ കറങ്ങിയിട്ടില്ലേ? കറങ്ങിയിട്ടുണ്ടോ? ആര്, ഞാനോ? അത് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് സമയത്തല്ലേ. അതിനുശേഷം നിനക്ക് എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞ സമയത്ത് പിന്നെ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഒഴിഞ്ഞു മാറി പോവല്ലേ ചെയ്തേന്ന് ചോദിക്കും. അതേടി, ഇപ്പൊ നീ ഇതൊക്കെ പറയണം. അന്ന് എൻ്റെ കയ്യിലും കഴുത്തിലെ ചെയിനൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ നീ അങ്ങ് വിചാരിച്ച് ഞാൻ വലിയ കോടീശ്വരനാണ്. അതോർത്തല്ലേ നീ എന്നോട് ഫ്രണ്ട്ഷിപ്പ് കൂടിയേ തന്നെ. പക്ഷെ ഒന്നുമില്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നീ അങ്ങോട്ട് പ്ലേറ്റ് മാറ്റിയല്ലേ. അല്ലെങ്കിൽ നിനക്ക് പണ്ടേ പണക്കാരോടല്ലേ താല്പര്യം ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ നവ്യക്ക് നല്ല ദേഷ്യം വന്നു. നവ്യ മര്യാദയ്ക്ക് ഇരുന്നോണം, ഇത് ഇങ്ങനത്തെ വൃത്തിയായിട്ട് ഭാഷ പറഞ്ഞാണ്ടല്ലോ. ഇത് കേട്ടപ്പോൾ തന്നെ അവൻ പറഞ്ഞു, അതെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ ഇനി മുന്നോട്ട് കാര്യങ്ങൾ പോവുള്ളൂ. ഞാൻ നിന്നെ ഇനി പലപ്പോഴും കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കും. നീ അനന്തപുരിയിലെ മരുമോളൊക്കെ ആയിക്കോ, പക്ഷെ ഞാൻ വിളിക്കുന്നിടത്തെല്ലാം നീ വരണമെന്ന് പറയണം. ഇത് കേട്ട് നവ്യക്കും കൂടെ ദേഷ്യം വന്നു. നവ്യ അവന്റെ കോളർ അങ്ങ് കുത്തിപ്പിടിക്കാണ് കയറി. നിന്നെ ഞാൻ ഉണ്ടല്ലോടാന്നും പറഞ്ഞോണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഞെട്ടലുണ്ടാവുകയാണ് നിർമ്മലില്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.